ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മരണാനന്തര ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത് സഹോദരൻ ജോൺ പി തോമസും സഹോദരൻ ജോൺ സെബാസ്റ്റ്യനും. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. അവർ കേട്ടാലും, നോക്കുക പദം 11-ാം വാക്യത്തിന്റെ മധ്യം, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് പറയുക. നീ ദുഷ്ടനോട് പറയാതിരുന്നാൽ അവൻ മരിക്കും, പക്ഷെ അവൻ്റെ രക്തം നിന്നോട് ഞാൻ ചോദിക്കും. നിനക്ക് പറയാനൊരു കടമയുണ്ട്. വാസ്തവത്തിൽ ഈ പ്രയത്നങ്ങളിലൂടെ നമ്മൾ ആ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ച്. ഞാൻ വേറൊരു വാക്യം അതോട് ചേർത്ത് വായിക്കാം. എസെക്കിയേൽ പ്രവചനം തന്നെ 33-ാം അധ്യായം നമ്മൾ എടുത്താലേ, 33-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. കാവൽക്കാരനെ കുറിച്ച് പറയാം. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തൻ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവർ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയെങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതിൻ്റെ 8-9 വാക്യം കൂടെ വായിക്കാം. 8-9 വാക്യം. 8-9 വാക്യത്തിൽ, ഞാൻ ദുഷ്ടനോട് ദുഷ്ടാ നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളാതെ വണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും, അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടുതിരിയാതിരുന്നാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും, നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഓഹോ, ദുഷ്ടനെ അത് ഓർമ്മപ്പെടുത്തണം. ഒരു കാവൽക്കാരൻ്റെ ജോലി, ഞാൻ മസ്കറ്റ് ജോലി ചെയ്തപ്പോൾ മലകളുടെ മുകളിൽ ഒരുപാട് ടവേഴ്സ് കണ്ടിട്ടുണ്ട്. ഇന്നും അത് അവർ സൂക്ഷിക്കുന്നുണ്ട്. കാവൽക്കാര് മലയുടെ പർവ്വതത്തിൽ നിൽക്കുക. അവരെന്നും ഉണ്ട്, രാത്രിയും പകലും ദൂരോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും ശത്രു വരുന്നു. ഈ ശത്രു വരുമ്പോൾ ഈ കാവൽക്കാരൻ ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക വരുന്നു എന്നുള്ളത്. അപ്പോൾ അവരൊരുങ്ങുകയാണ് ശത്രുവിനോട് നേരിടാൻ. ഇവിടെ അതേ ആശയമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ കാവൽക്കാരൻ അതേസമയം ആ മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നാൽ ചെയ്യുന്നൊരു ദ്രോഹമാണ്. നോക്കുക, നിത്യമായൊരു ജീവിതവും നിത്യമായൊരു ശാപവും മുന്നിൽ വെച്ചിരിക്കുക. ഭയങ്കരമായൊരു ന്യായവിധിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുക. നാം ഇത് പറയാതിരുന്നാൽ നമ്മളത് കുറ്റക്കാരല്ലേ? ദൈവം തന്നെ പറയുന്നു, അവൻ ദുഷ്ടതയുമായിരിക്കും, പക്ഷെ നിന്നോട് ഞാൻ ചോദിക്കും, നീ ഇത് അറിഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് ദൈവം പറയും. ഒരു വാക്യം കൂടെ, സദൃശവാക്യം 24-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ ഗൗരവം കൊണ്ട് ഞാൻ വായിക്കുകയാണ്. 24-ന്റെ 11-12. സാർ, അതിൻ്റെ പേജ് നമ്പർ എത്രയാ? അത് 648-ാമത്തെ പേജ്. 648-ാമത്തെ പേജ്. അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കാൻ ഗ്രഹിക്കയില്ലയോ? തൻ്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? വ്യക്തമല്ലേ അത്? അതെ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? യെസ്, സഹജീവികളോട് പറയാൻ നമ്മൾ കടംപെട്ടവരാണ്. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, സുവിശേഷം അറിയിപ്പാൻ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ കർത്താവ് ആക്കിയിട്ടുള്ളൂ, ദൂതന്മാരെ അറിയിച്ചിട്ടില്ല. ഞാനൊരു ഭക്തനായ വൃദ്ധനായ ഒരു ദൈവദാസനെ കാണാൻ പോയി. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിക്കപ്പെട്ട കാലയളവിൻ്റെ ആരംഭ കാലഘട്ടം. എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഞാൻ ആദ്യ കാലഘട്ടമാണ്, രക്ഷിക്കപ്പെട്ടിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് 74-75. അപ്പോൾ ഈ വൃദ്ധനായ ഈ സുവിശേഷകന്റെ അടുക്കൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ആൾ പറഞ്ഞു, എനിക്ക്
സുശേഷ വേലയ്ക്കൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്ക് ഹൃദയത്തിൽ ഇന്നും ആണികൊണ്ട് എഴുതപ്പെട്ട് കിടപ്പുണ്ട്. എന്താ പ്രഖ്യാപനം? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ സുവിശേഷം അറിയിക്കാൻ അനുവാദം കൊടുത്താൽ സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമായി പോകും. അതിൻ്റെ അർത്ഥം ദൂതന്മാരെ കുനിഞ്ഞു നോക്കുന്നു. വളരെ വ്യക്തമാണ്. ഈ സുവിശേഷത്തിലേക്ക് ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. അവർക്കിത് പറയാൻ അനുവാദമില്ല. കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരു ദൂതൻ ചെന്നിട്ടാണ് ആവശ്യപ്പെടുന്നത് പത്രോസിനെ വിളിക്കാൻ. ബൈബിളിൽ ആ ഭാഗം പറയുന്നുണ്ട്. പത്രോസ് വന്നിട്ടാണ് സുവിശേഷം അറിയിക്കുന്നത്. ദൂതനല്ല. ഈ ദൂതനങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? പക്ഷേ ദൂതൻ ആ കാര്യം ചെയ്തില്ല. ദൂതനെ അനുവാദം കൊടുത്തിട്ടില്ല. സ്വർഗത്തിൽ അവർ ഇതിലേക്ക് കുനിഞ്ഞു നോക്കുന്നെന്നും ക്രിസ്തുവിന് വരുന്ന കഷ്ടവും പിൻവരുന്ന മഹിമയും അവരെ കുനിഞ്ഞു നോക്കുന്നതായിട്ട് പത്രോസിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കുനിഞ്ഞു നോക്കുന്ന ദൂതന്മാർ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ മധ്യത്തിൽ വലിയ സന്തോഷമെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ ഇതിലോട്ട് കുനിഞ്ഞു നോക്കും, ഈ രക്ഷിക്കപ്പെടുന്ന ആളുകളെ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇവർക്ക് ദൂത് പറയാനായിട്ട് ദൈവം അനുവാദം കൊടുത്തില്ല. അതുകൊണ്ടാണ് ദൈവദാസൻ പറഞ്ഞത്, സ്വർഗത്തിൽ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമായനെ. ആ ദൂതഗണങ്ങൾ മുഴുവൻ പറന്നിവിടെ വന്നത് മുഴുവൻ ഇത് പ്രഖ്യാപിച്ചേനെ. ഇത് പറയുവാൻ രക്ഷിക്കപ്പെട്ട നമുക്ക് അനുവാദമുണ്ട്. അതായത് ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞവരും ക്രിസ്തുവിന്റെ സമാധാന ഹൃദയങ്ങളിൽ വാഴുന്നവരും അത് പറയാൻ ബാധ്യസ്ഥരാണല്ലേ. ക്രിസ്തു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകാനാണ്. ദൂതനൊരു സാക്ഷിയാനൊക്കത്തില്ല, നമുക്ക് സാക്ഷികളാനൊക്കത്തുള്ളൂ. സാക്ഷി എന്ന് പറയുമ്പം ഒരു കാര്യം കാണുകയും ആ കാര്യം രുചിച്ചറിയുകയും ചെയ്ത ആളാണല്ലേ സാക്ഷി. ആ വ്യക്തിയാണ് നമ്മൾ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റകരമാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു. യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് കൈയും വിലാപ്പുറവും ശിഷ്യന്മാരെ കാണിച്ചു. ആണിപ്പഴുതുള്ള യേശുക്രിസ്തുവിന്റെ കൈകളും കുന്തമുനയേറ്റ പാടുകളുള്ള തന്റെ ഹൃദയവും തന്റെ വിലാപ്പുറവും കാണിച്ചു കൊടുത്തതിന്റെ കാരണം വ്യക്തമാണല്ലോ. മാനവജാതിക്കായി സമാധാനം നേടിയത് കനത്ത വില, അതായത് സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ്. ആ സത്യം മൂടിവെക്കേണ്ടതല്ല. സ്നേഹിത, താങ്കൾ ക്രിസ്തുവിന്റെ സ്നേഹാധിക്യം ആ മുറിവുകളിലൂടെ ദർശിക്കുമോ? ഇന്ന് ആ മുറിവുകൾ വേദനിക്കുന്നില്ല. എന്നാൽ തന്റെ സ്നേഹത്തെ മനുഷ്യ മക്കൾ നിരാകരിക്കുമ്പോൾ അവിടുത്തെ പിന്നെയും പിന്നെയും നാം വേദനിപ്പിക്കുകയാണ്. ആ രക്ഷകനിത ആണിപ്പാടുള്ള കൈകളോടുകൂടെ നിങ്ങളുടെ ഹൃദയവാതിലിന് പുറത്തു നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറക്കുമോ?